24 മണിക്കൂറിനിടെ ഗസയിൽ ഹമാസ് ആക്രമണത്തിൽ 24 സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ. ഒക്ടോബർ 27-ന് കരയാക്രമണം ആരംഭിച്ച ശേഷം ഇസ്രായേൽ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ദിവസം കൂടിയായിരുന്നു ഇത്. ഗസയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ സൈനികർ വധിക്കപ്പെട്ടത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ടാങ്കുകൾക്ക് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 10 സൈനികരും കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ 14 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്തെ കെട്ടിടങ്ങൾ മൈൻ വെച്ച് തകർക്കാനുള്ള ഓപ്പറേഷനിടെയായിരുന്നു ഹമാസിന്റെ മിന്നലാക്രമണം. മൈനുകൾ സ്ഥാപിച്ച ഒരു കെട്ടിടത്തിനുള്ളിലാണ് അപ്രതീക്ഷിതമായി ഹമാസിന്റെ റോക്കറ്റ് നിയന്ത്രിത ഗ്രനേഡ് വന്നു പതിച്ചത്. തൊട്ടടുത്ത നിമിഷം കെട്ടിടം തീഗോളമായി മാറി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മൈൻ സ്ഥാപിച്ച അടുത്തുള്ള മറ്റൊരു കെട്ടിടവും തകർന്നു തരിപ്പണമായി. കെട്ടിടത്തിന് പുറത്ത് നിലയുറപ്പിച്ച ടാങ്കിന് നേരെ മറ്റൊരു ഗ്രനേഡും പ്രയോഗിക്കപ്പെട്ടു. ടാങ്ക് കമാൻഡറും മറ്റൊരു സൈനികനുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മിസൈലും റോക്കറ്റും തൊടുത്ത് തങ്ങളുടെ സൈനികർക്ക് നേരെ ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തി ഞെട്ടിച്ചു എന്നാണ് ആക്രമണത്തെക്കുറിച്ച് IDF വക്താവ് ഡാനിയൽ ഹഗാരി പ്രതികരിച്ചത്. കിസുഫിം അതിർത്തിയോട് ചേർന്ന് റെയ്ഡ് നടത്തിയ സൈനിക വ്യൂഹമാണ് ആദ്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി വൻ സൈനിക സന്നാഹത്തെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംഭവം അന്വേഷിക്കാൻ IDF പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സൈനികർ കൊല്ലപ്പെട്ട വാർത്ത തീർത്തും വേദന നിറഞ്ഞതും നടുക്കുന്നതുമാണെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും മന്ത്രിമാരും ഇറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചത്. എന്നാൽ ഹീറോകളുടെ കല്ലറകളിലേക്ക് നമ്മുടെ മക്കളിൽ മികച്ചവർ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക് ഹെർഹോസ് സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അതീവ വെല്ലുവിളി നിറഞ്ഞ ഇടങ്ങളിൽ തീക്ഷ്ണമായ പോരാട്ടം നടക്കുകയാണ്. പോരാട്ടത്തിന്റെ ലക്ഷ്യം എത്തിപ്പിടിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ ജോലി ചെയ്യുന്ന IDF സൈനികർക്കും സുരക്ഷാ സേനയ്ക്കും കൂടുതൽ കരുത്തു പകരണം. മരിച്ചവരുടെ ബന്ധുക്കളോട് രാഷ്ട്രത്തിന്റെ പേരിൽ അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖകരവും ദുഷ്കരവുമായ പ്രഭാതത്തിലും നമ്മൾ കരുത്തരാണ്. ഒന്നിച്ചു നിന്നാൽ നമ്മൾ വിജയിക്കുമെന്ന് ഓർക്കുക. ഇസ്രായേൽ പ്രസിഡന്റ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. ദുഷ്കരവും വേദനാജനകവുമായ പ്രഭാതം എന്നാണ് നഷ്ടത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രതികരിച്ചത്. എന്നാൽ സൈനിക നഷ്ടം ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ. ഗസയിൽ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ചും നിരപരാധികളുടെ കുരുതി തുടർന്നുമാണ് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം. തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസ് പോരാളികളുടെ തന്ത്രപരമായ നീക്കം വലിയ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് സൈനിക വക്താവ് പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനികർക്ക് ജീവഹാനി ഉണ്ടാക്കുമെന്ന ആശങ്കയും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പങ്കുവച്ചു. കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് സൈന്യം വ്യക്തമാക്കി. എത്ര നീണ്ടാലും യുദ്ധത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വം രംഗത്തു വന്നു. ഗസയിലെ കരയാക്രമണത്തിൽ 200-ലേറെ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതെന്നാണ് കണക്കുകൾ. എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും ഉയർന്നതാണെന്നും അത് ഇസ്രായേൽ സേന പുറത്തു വിടുന്നുമില്ലെന്നാണ് വിമർശനം.